സ്റ്റാലിൻ വീണ്ടും ഹിന്ദുക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണല്ലോ. മാഘമേളയുടെ രഥയാത്ര തടഞ്ഞിരിക്കുന്നു. അതെ, മാഘമേളയുടെ രഥയാത്ര സ്റ്റാലിൻ തടഞ്ഞു എന്നുള്ളതാണ്. അതായത് ഈ ഭാരതപ്പുഴയുടെ നിളാനദിയുടെ തുടക്കമായിട്ടുള്ള ത്രിമൂർത്തി മലയിൽ നിന്നാണ് ഈ രഥയാത്ര ആരംഭിക്കാനിരുന്നത്. ത്രിമൂർത്തി മലയിൽ നിന്നാണ് നിളാനദി ഉത്ഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മഹാ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആചാര്യൻ ശ്രീനാഥ് കാരയാട്ടിൻ്റെ നേതൃത്വത്തിലാണ് രഥയാത്ര അവിടുന്ന് തുടങ്ങുന്നത്. അങ്ങനെ രഥയാത്ര തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുമൊരു രഥയാത്രയല്ല. അതിന് വഴിക്ക് ഒരുപാട് സ്വീകരണങ്ങളുണ്ട്, ഭക്തജന സംഗമങ്ങളുണ്ട്, സത്സംഗങ്ങളുണ്ട്, കീർത്തനങ്ങളുണ്ട്, ഭജനകളുണ്ട്. ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ഭക്തർ സംഘടിപ്പിക്കുകയും ഇതിന് പുഷ്പവൃഷ്ടിയോടുകൂടി ഈ പറയുന്ന രഥത്തെ സ്വീകരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ഉത്സവമാണത്. വലിയ ഉത്സവമാക്കി ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഭക്തർ അവരുടെ വിശ്വാസത്തോടു കൂടി നടത്തുന്ന ഒരു മഹാരഥയാത്രയാണ്. ആ രഥയാത്രയാണ് തടയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നദികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്കാരവുമായി ആഴത്തിൽ ബന്ധമുണ്ട് നിളാനദിക്ക് എന്നുള്ളതാണ്. നദികളുടെ തീരത്താണ് നമ്മളുടെ സംസ്കാരം ഉണർന്നു വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് നടത്തുന്ന ഒരു ഉത്സവത്തെയാണ്, തിരുനാവായയിൽ നടത്തുന്ന ഉത്സവത്തെയാണ് തടയാനായിട്ട് പലവട്ട സർക്കാരുകൾ ശ്രമിച്ചത്. സംസ്ഥാന സർക്കാരും ശ്രമിച്ചു, കളക്ടർ ഇടപെട്ടു, ഇത് ഇവിടെ നടത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെയൊക്കെ തടയാനും ശ്രമിച്ചു. ആ തടയാനൊക്കെ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ജനരോഷമുണ്ടായി. ജനങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള അനിഷ്ടം ഈ സർക്കാരിനോടും സർക്കാർ സംവിധാനങ്ങളോടും ഉണ്ടായതോടുകൂടി സർക്കാർ ഈ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുകയും ഇത് നടത്താൻ വേണ്ടിയുള്ള അനുമതി കൊടുക്കുകയൊക്കെ ചെയ്തു. അത് കേരളത്തിൽ നടന്നതാണ്. ഇപ്പോൾ ഈ ത്രിമൂർത്തിഗിരിയിൽ നിന്ന് ആരംഭിച്ച രഥയാത്ര ഇവർ തടയുകയായിരുന്നു. ഈ രഥയാത്ര നടത്താനായിട്ട് വലിയ ചിലവുണ്ട്. ആ ചിലവെല്ലാം ചെയ്തിരുന്നു. ആ ചിലവുകളെല്ലാം ചെയ്തു. ഓരോ ഘട്ടത്തിലും സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ കോയമ്പത്തൂർ അടക്കമുള്ള മേഖലയിൽ മഹാസ്വീകരണമാണ് രഥയാത്രയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ ഒരുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഭക്തർ നടത്തിയ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം വെറുതെ ആക്കിക്കൊണ്ടാണ് സ്റ്റാലിൻ്റെ പോലീസ് പെട്ടെന്ന് വന്നിട്ട് തടയിടുന്നത്. ഇത് സ്റ്റാലിൻ ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? ആദ്യമായിട്ടല്ല. തിരുപ്പുറംകുன்றത്ത് നമ്മൾ കണ്ടതാണ്. കാർത്തിക ദീപം തെളിയിക്കാനായിട്ട് ഭഗവാൻ മുരുകൻ്റെ മലയിൽ ഹിന്ദുക്കൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് നീതിയാണ്? അതായത് ഭഗവാന്റെ പേരിലുള്ള 6 പടയി വീടുകളിലൊന്നായിട്ടുള്ള തിരുപ്പുറംകുன்றത്ത് വലിയ ഒരു കാർത്തിക ദീപം കൊളുത്തുന്നു. അവിടെ കാർത്തിക ദീപത്തിന് വേണ്ടിയിട്ടുള്ള ദീപത്തൂണുണ്ട്. ആ ദീപത്തൂണിലാണ് ദീപം കൊളുത്തുന്നത്. അവസാനം കോടതി ഉത്തരവിട്ടിട്ട് പോലും ആ ഉത്തരവ് നടപ്പിലാക്കാൻ സ്റ്റാലിൻ തയ്യാറായില്ല എന്നുള്ളതാണ്. സ്റ്റാലിൻ അത് തയ്യാറാവാതെ വന്നതോടുകൂടി തന്നെ പിന്നീട് എന്ത് ചെയ്തു? കോടതിയുടെ ഉത്തരവും ഈ കേന്ദ്ര സേനയുടെ സഹായത്തോടു കൂടിയാണ് ഭക്തർ അവിടെ ഇതെല്ലാം തിരികൊളുത്തിയത് എന്നുള്ളതാണ്. അവിടെ ഏതോ ഒരു സിക്കന്ദർ എന്ന് പറഞ്ഞൊരുത്തിനെ ആരോ പണ്ടടിച്ചു കൊന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ ഒരു ദർഗ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയാൾ അവിടെ ഈ മധുര അടക്കി ഭരിച്ചിരുന്ന ഒരു സുൽത്താനായിരുന്നു എന്നുള്ളതാണ്. ഈ സുൽത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ എത്ര വൃത്തികെട്ടവനായിരിക്കുമെന്ന്. അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും നിയമപരമായി ഓരോ ഘട്ടങ്ങളിലും അനുമതി വാങ്ങിക്കൊണ്ടാണ് ഈ രഥയാത്ര നടത്തിയത് എന്നാണ്. ഈ രഥയാത്ര നടത്തുമ്പോൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് വലിയ സന്ദേശം എത്തുന്നുണ്ട്. ഭക്തിയുടെ സന്ദേശം, ആത്മീയതയുടെ സന്ദേശം, ഹിന്ദു ഐക്യത്തിൻ്റെ സന്ദേശം, ഈ മാഘസ്നാനത്തിൻ്റെ സന്ദേശം, മാഘസ്നാനത്തിൻ്റെ വലിയ രീതിയിലുള്ള അതിൻ്റെ പ്രാധാന്യം, മാഘസ്നാനം എന്താണ്, അതിലൂടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ വീണ്ടെടുക്കലാണ്, പാപങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. അതുപോലെ തന്നെ ഭൂമിക്കും നമ്മുടെ പ്രകൃതിക്കും ദേവതകൾക്കും പിതൃക്കൾക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സ്മരണ കൂടിയാണ്, ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് മാഘസ്നാനം വഴി നടക്കുന്നത് എന്നുള്ളതാണ്. മാഘസ്നാനം നടക്കുന്ന ഭൂമി വെറും ഭൂമിയല്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സങ്കല്പം നിലനിൽക്കുന്നുണ്ട്. ആ സങ്കല്പം എന്ന് പറയുന്നത് ദേവതാ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു സങ്കല്പത്തിൽ ഭക്തിയോടുകൂടി അവിടെ സാധാരണ നമ്മളിങ്ങനെ പമ്പയിൽ എങ്ങനെ മുങ്ങുന്നോ അതേപോലെ അതേ ഭക്തിയോടുകൂടിയാണ് നമ്മൾ ഈ പറയുന്ന മാഘസ്നാനത്തിന് ഭാരതപ്പുഴയിൽ മുങ്ങേണ്ടത് എന്നുള്ളതാണ്. ഭാരതപ്പുഴയിൽ മുങ്ങുമ്പോൾ അതേ ഭക്തി അവിടെ നമുക്കുണ്ടായിരിക്കണം. അത്രയും വിശ്വാസത്തോടുകൂടി അത്രയും ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതിനോടൊപ്പം എന്ന് പറയുന്നത് ഈ മാഘസ്നാനത്തോടൊപ്പം വിവിധ തരത്തിലുള്ള പൂജകൾ, വിവിധ തരത്തിലുള്ള യജ്ഞങ്ങൾ, ഹോമങ്ങൾ, ഈ പറയുന്ന പ്രഭാഷണങ്ങൾ, സത്സംഗവേദികൾ, ഈ ഗുരു ആചാര്യന്മാരുടെയൊക്കെ തന്നെ ക്ലാസ്സുകൾ, ഇതെല്ലാം ഇതിൻ്റെ കൂടെ നടക്കും. അപ്പോൾ ആന്തരികമായി ഹിന്ദു ഉണർന്നു വരേണ്ടതിൻ്റെ ആവശ്യം, അവൻ ആത്മീയമായി ഉയരേണ്ടതിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് വെറും മതപരമായ ഒരു ചടങ്ങ് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ഉയർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ പറയുന്ന സ്നാനഘട്ടങ്ങളെല്ലാം തന്നെ.
അവൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടത്തെയാണ് ഈ സ്നാനഘട്ടത്തിലേക്ക് നമ്മൾ ലയിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ സന്ദേശം നിസ്സാര സന്ദേശമല്ല, ആ സന്ദേശം വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഗംഗാഘട്ടുകളിലെല്ലാം ചെല്ലുമ്പോൾ നമുക്കറിയാവുന്ന ഗംഗാഘട്ടുകളിലെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. വലിയ പ്രാധാന്യം വരുന്നത് നിസ്സാരമായിട്ടല്ല, ആ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ശവ സംസ്കാരം എന്നാണ് പറയുന്നത്, അതായത് മൃതദേഹം ദഹിപ്പിക്കുന്നതിന് സംസ്കാരം എന്നാണ് പറയുന്നത്. സംസ്കരിച്ചെടുത്ത ഒരു അവസ്ഥയിലേക്കാണ് അത് പോകുന്നത് എന്നുള്ളതാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്ക് ഒരു സംസ്കരണം നടക്കുകയാണ് അവിടെ. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ പറയുന്ന മരണം എന്ന് പറയുന്നത്. ആ മരണത്തിൽ ഗംഗാ നദിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം കൃത്യമായിട്ട്. നമ്മൾ എവിടെയാണ് നമ്മളുടെ ഈ ഇത് നിമഞ്ജനം ചെയ്യാറുള്ളത്? സമുദ്രത്തിലും പ്രധാനപ്പെട്ട നദികളിലുമൊക്കെയാണ്. തിരുവല്ലത്ത് പോയി കഴിഞ്ഞാൽ തിരുവല്ലത്ത് നദിയിലാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ വിഭൂതി ബാക്കി വരുന്ന ഈ പറയുന്ന ഭസ്മമായാലും ഒക്കെ തന്നെ നിമഞ്ജനം ചെയ്ത്. അപ്പോൾ നദിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സംസ്കാരമുണ്ട്. നിളാദേവി എന്നാണ് പറയുന്നത്. ONV തന്നെ എഴുതിയിട്ടുണ്ട്, ഭദ്രേ നിളാദേവി പാടുകയല്ലല്ലി എന്ന് പറഞ്ഞുകൊണ്ടൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം എന്നാണ്. പുണ്യനദികൾക്ക് അനുജത്തിയാണ് നിള എന്ന് ONV എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗാഠമായി നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന, കേരളത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ശ്രീ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ, രാമാനുജ എഴുത്തച്ഛൻ്റെ പാദസ്പർശമേറ്റ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ധന്യമാക്കപ്പെട്ട ഒരു ദേശത്താണ് ഈ നദി ഒഴുകുന്നത്. ആ നദി ഒഴുകുന്ന ദേശത്താണ് അദ്ദേഹം ഇരുന്ന് പാടിയത്. ആ ദേശത്താണ് പൂന്താനം പിറന്നത്. ആ ദേശത്താണ് പറയിപെറ്റ പന്തിരുകുലവും ഉള്ളത്. അപ്പോൾ നമ്മുടെ കുലം മുഴുവൻ ഈ നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വലിയ പാഠം. നമ്മൾ അത് ഈ പറയുന്ന കന്മഴുക്കൾ എന്ന് പറയും. കന്മഴു തുടങ്ങിയ വസ്തുക്കളൊക്കെ തന്നെ ഈ നദിയിൽ നിന്ന്, ഭാരതപ്പുഴയിൽ നിന്ന്, അതുപോലെ തന്നെ പെരിയാറിൽ നിന്നൊക്കെ വീണ്ടെടുത്തിട്ടുണ്ട്. ഭാരതപ്പുഴയിൽ ഇപ്പോഴും നിരവധി ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒഴുകി വരാറുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒഴുകി വരാറുണ്ട്. കാരണം പണ്ട് മലബാർ കലാപകാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെയാണെന്ന് അതിൻ്റെ ബാക്കിയ പത്രങ്ങളാണ് പിന്നീട് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയേറെ പ്രാധാന്യം മാഘസ്നാനത്തിനുണ്ട്, മാഘമേളയ്ക്കുണ്ട്, ഈ പറയുന്ന മാഘരഥോത്സവത്തിനുണ്ട്. അപ്പോൾ ഇത്തരം വിവിധ കർമ്മങ്ങളുടെ സംയോജനമാണ് ഒരു മഹാസംഗമമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നടക്കുന്നതിന് വലിയ അസ്വസ്ഥത ഒരു വിഭാഗത്തിനുണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വിഭാഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇവിടെ കേരള സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, നടക്കാതെ പോയി. ഇപ്പോൾ തമിഴ്നാട് സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട്, തമിഴ്നാട് സർക്കാരിനെ ഇളക്കി വിട്ടുകൊണ്ട് ഇത് തടഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഇവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം, എന്തുകൊണ്ടാണ് ഇതിനെ തടയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് വലിയ രീതിയിലുള്ള സ്വാധീനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നുണ്ട് ഈ മഹാമേള. അപ്പോൾ ഈ കുംഭമേളയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട്, കേരളത്തിൻ്റെ കുംഭമേളയാണല്ലോ, അപ്പോൾ ഇതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പലരുടെയും ഉറക്കം കിട്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ പരിപാടിക്കെതിരായിട്ട്, രഥോത്സവത്തിനെതിരായിട്ട് നിലപാടെടുത്തിരിക്കുന്നത്. അവർ ഇത് ഇവിടെ പഠിച്ച പണി നടത്തിയിട്ടും കഴിയാത്തത് കൊണ്ട്, ഇതിനെ തടയാൻ കഴിയാത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട് സർക്കാരിനെ കൊണ്ട് സ്വാധീനിച്ച് ആ രഥോത്സവത്തിനെ തടഞ്ഞിരിക്കുന്നു, ആ രഥയാത്രയെ തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാലിൻ എന്ന് പറയുന്ന സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാരാണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഫാസിസ്റ്റ് സർക്കാർ ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സംഘത്തിൻ്റെ പരിപാടി നടത്താൻ അനുവദിച്ചില്ല. അതായത് സംഘം നടത്തുന്ന പഥസഞ്ചലനം എന്ന് പറയുന്നത്, പഥസഞ്ചലനം എന്താണ് ചെയ്യുന്നത്? ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹിക്കാറുണ്ടോ? പഥസഞ്ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘം ഒരു കൂട്ടമായിട്ട് ഒരുമിച്ച് കുറേ ആൾക്കാർ ഒരേ താളത്തിൽ ഭഗവാന്റെ ധ്വജം, ഭഗവദ്ധ്വജം എന്ന് പറയും, ഭാരത സംസ്കാരത്തിൻ്റെ പതാകയാണത്. ആ പതാകയും ഏന്തിക്കൊണ്ട്, ആ ധ്വജവും ഏന്തിക്കൊണ്ട് മുന്നേറി ഒരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പ്രയാണം നടത്തുകയും അവിടെ സംസാരിക്കുകയും, ദേശത്തെപ്പറ്റി, അവിടെ മതത്തെപ്പറ്റി സംസാരിക്കില്ല, അവിടെ രാഷ്ട്രീയം സംസാരിക്കില്ല, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷമോ ഏതെങ്കിലും വ്യക്തികളെ പറ്റിയോ സംസാരിക്കില്ല. അവിടെ സംസാരിക്കുന്നത് രാഷ്ട്രത്തെ പറ്റിയാണ്, രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയെ പറ്റിയാണ്, വ്യക്തിത്വ വികാസത്തിനെ പറ്റിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു സംഘപരിപാടിയിൽ എപ്പോഴും ചർച്ചയാവാറുള്ളത്, മറ്റു വിഷയങ്ങളല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നടത്തുന്ന പരിപാടി സ്റ്റാലിൻ തടഞ്ഞു. പിന്നെ തിരുപ്പുറംകുன்றത്ത് നടന്ന, അതായത് ഒരു കാർത്തിക ദീപം കൊളുത്തുന്ന പരിപാടിയും തടഞ്ഞു. ഈ പറയുന്ന മുരുകൻ്റെ പരിപാടികൾ തമിഴ്നാട്ടിൽ നടത്തുമ്പോൾ അതിനെയും തടയിടാറുണ്ട്. വെട്രിവേൽ വീരവേൽ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭം ഉണ്ടായത് ഈ പറയുന്ന സ്റ്റാലിൻ ഭരിക്കുന്ന കാലത്താണ്. ഈ പറയുന്ന തിരുപ്പുറംകുன்றம் എന്ന് പറയുന്ന 6 വടവീടുകളിലൊന്നായ വലിയ പർവ്വതത്തിൽ, ആ മലയിൽ നടത്തിക്കൊണ്ടിരുന്ന കാർത്തിക ദീപം കത്തിക്കലിനെ തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ദുഷ്പ്രവർത്തികൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്.
അവിടെ അത് മുരുകൻ്റെ മലയാണ്, സഹസ്രാബ്ദങ്ങളായി മുരുകൻ്റേതായിട്ടുള്ള. അപ്പോൾ സ്റ്റാലിൻ ഇതിനെല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ആളാണ്. സ്റ്റാലിൻ അപ്പോൾ ഒരു ഫാസിസ്റ്റാണ്. എങ്ങനെ? സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ്. അതൊരു നീച പ്രവൃത്തിയാണ്. ഒരു ദുഷ്ടൻ്റെ മനസ്സോടുകൂടി മാത്രമല്ലാതെ ഇത്തരം പ്രവൃത്തികൾ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാലിൻ ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു വിരുദ്ധതയാണ് അയാൾ പുലർത്തുന്നത്. പിന്നീട് ഇരട്ടത്താപ്പുമുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിരുദ്ധത പുലർത്തിക്കൊണ്ടാണ് അവിടെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത്. 2, അവിടെ സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൽ വലിയ രീതിയിലുള്ള സ്വാധീനം മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗ് വിവിധ സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവർക്ക് ഈ മുസ്ലിം ലീഗിന് തമിഴ്നാട് സർക്കാരിൽ വലിയ സ്വാധീനം ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ തെറ്റായിട്ടുള്ള നടപടിയാണ്. സ്റ്റാലിൻ ഒരു തെറ്റായ നിലപാടെടുക്കുന്നു, നീക്കം നടത്തുന്നു. ഹിന്ദു വിരുദ്ധതയുടെ അങ്ങേയറ്റമായിട്ട് സ്റ്റാലിൻ മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.